സുപ്രീം കോടതി വിധിച്ചിട്ടും അംഗൻവാടി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി നൽകുവാൻ നടപടിയില്ല. വിരമിക്കുന്ന സമയത്ത് നൽകേണ്ട അംശാദായവും 2016 ശേഷം നൽകിയിട്ടില്ല. 8 മാസമായി പ്രതിമാസ പെൻഷനും മുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് വിരമിച്ച അംഗൻവാടി ജീവനക്കാർ കളക്ടറേറ്റുകൾക്ക് മുന്നിൽ വ്യാഴാഴ്ച നിരാഹാര സമരം നടത്തും. 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി നിയമപ്രകാരം അംഗൻവാടി ജീവനക്കാർ ഗ്രാറ്റുവിറ്റിക്ക് അർഹരാണെന്ന് കോടതി കണ്ടെത്തുകയും 3 മാസത്തിനകം 10% പലിശയോടെ ഗ്രാറ്റുവിറ്റി നൽകണമെന്നും ഉത്തരവാകുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി വിധി പിന്നീട് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. എന്നാൽ കോടതി വിധി ഉണ്ടായി 1 വർഷം കഴിഞ്ഞിട്ടും ഉത്തരവ് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതിനിടെ വിരമിക്കുന്ന സമയത്ത് കിട്ടേണ്ട അംശാദായം ക്ഷേമനിധി ബോർഡ് നൽകിയിട്ടില്ല. 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് ലഭിക്കേണ്ടത്. സർക്കാർ ഗ്രാന്റ് കിട്ടുന്നില്ലെന്നാണ് ഇതിന് സംസ്ഥാന അംഗനവാടി ക്ഷേമനിധി ബോർഡ് പറയുന്ന കാരണം. 8 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല. വർക്കർമാർക്ക് 2500 രൂപയും ഹെൽപ്പർമാർക്ക് 1500 രൂപയുമാണ് പ്രതിമാസ പെൻഷൻ ലഭിക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച 500-ലധികം പേർക്ക് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇതുവരെ ക്ഷേമനിധി പെൻഷൻ അനുവദിച്ചിട്ടുമില്ല. 2022 ഏപ്രിൽ 25 ഒരു കോടതി ഉത്തരവ് വന്നു. വിരമിച്ച 2010 മുതൽ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണമെന്നുള്ളൊരു കോടതി ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. 2 രീതിയിൽ തരുന്നതിന് വേണ്ടിയിട്ടോ അതിനൊരു ഫണ്ട് മാറ്റി വെക്കുന്നതിനോ ഇന്ന് വരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രയും കാലം സേവനം ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായ രീതിയിൽ ഒരു 2500 രൂപ എന്നുള്ള ഒരു പെൻഷൻ ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നു. അത് കിട്ടിക്കൊണ്ടുവരുന്നു. അത് കുറേ നാളുകളായിട്ട് അത് മുടങ്ങിക്കിടക്കുകയാണ്. സർക്കാർ നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പെൻഷനോ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രാറ്റുവിറ്റിയോ നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കളക്ടറേറ്റ് സമരം ചെയ്തു. അതിനുശേഷം ഇപ്പം ഞങ്ങളത് വീണ്ടും കളക്ടറേറ്റിലും സിവിൽ സ്റ്റേഷനിലുമൊക്കെ നിരാഹാര സമരം നടത്താനായിട്ടുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അംഗനവാടിയിലെ ജോലിക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റു ജോലിയും ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 3,30,000 അംഗനവാടി ജീവനക്കാർ വിരമിച്ചിട്ടുണ്ട്. ഇവർക്ക് ഏകീകൃത സംഘടനയില്ലാത്തതും അംഗീകൃത തൊഴിലാളി യൂണിയൻ പ്രശ്നം ഏറ്റെടുക്കാത്തതുമാണ് സർക്കാർ ഇവരെ അവഗണിക്കാൻ കാരണം. ഗ്രാറ്റുവിറ്റി ഉടൻ നൽകുക, അംശാദായം 5 ലക്ഷമായി ഉയർത്തുക, പെൻഷൻ അതാത് മാസം വിതരണം ചെയ്യുക എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. ജില്ലകളിലെ കൂട്ടായ്മകളുമായി ആലോചിച്ച് സമരം ശക്തമാക്കുമെന്ന് റിട്ടയർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരള പ്രസിഡന്റ് എസ് ശശികല അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.